ആശങ്കയായി അമീബിക് മസ്തിഷ്ക ജ്വരം. 10 ദിവസത്തിനുള്ളിൽ സംഭവിച്ചത് 6 മരണം. എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം? നമുക്ക് പരിശോധിക്കാം. മലപ്പുറത്തെ 6 വയസ്സുകാരിക്ക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 10 വയസ്സുകാരി ഉൾപ്പെടെ 11 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത്. 1971 മുതൽ തന്നെ ഈ രോഗം നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അതിൽ കൂടുതലും കേരളത്തിൽ നിന്നുമാണ്. മലിനജലത്തിൽ കുളിക്കുന്നവർക്കാണ് കൂടുതലായും രോഗം വരുന്നതെന്നാണ് ഇതുവരെ ഉണ്ടായിരുന്ന ആരോഗ്യ വകുപ്പിന്റെ കണ്ടെത്തൽ. എന്നാൽ കൂടുതൽ ആശങ്കകൾക്ക് കാരണമായി പുതിയ കണ്ടെത്തൽ കൂടി വന്നിരിക്കുന്നു. കുളിമുറിയിൽ കുളിച്ചവർക്കും രോഗം വന്നിരിക്കുന്നു. അതിനാൽ വിശദമായ പഠനത്തിന് തയ്യാറെടുക്കുകയാണ് ആരോഗ്യ വിദഗ്ധർ. എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം? ഒഴുകാതെ കിടക്കുന്ന എന്നാൽ ശുദ്ധജലമെന്ന് തോന്നാവുന്ന ജലത്തിലും രോഗം വരാനുള്ള സാധ്യതയുണ്ട്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നീന്തുകയും കുളിക്കുന്നവരിലും വളരെ അപൂർവമായി കണ്ടെത്തുന്ന രോഗബാധയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. സാപ്പിനിയ, അക്കാന്ത അമീബ, നേഗ്ലറിയ, ഫൗലേറി, ബാലമുത്തിയ വെർമമീബ തുടങ്ങിയ അമീബ വിഭാഗത്തിൽപ്പെടുന്ന രോഗാണുക്കൾ നമ്മുടെ തലച്ചോറിൽ എത്തിപ്പെടുമ്പോഴാണ് രോഗബാധ ഉണ്ടാവുന്നത്. മൂക്കിലൂടെയും ചെവിയിലൂടെയുമുള്ള നേർത്ത സുഷിരത്തിലൂടെയാണ് രോഗാണുക്കൾ തലച്ചോറിലേക്ക് എത്തുന്നത്. ആകെയുള്ള ആശ്വാസം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് ഈ രോഗം പടരുകയില്ലെന്നത് മാത്രമാണ്. അണുബാധയുടെ ലക്ഷണങ്ങൾ 1 മുതൽ 9 ദിവസത്തിനുള്ളിൽ കാണാവുന്നതാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ അടിത്തട്ടിലെ ചെളിയിൽ ഉണ്ടാവാറുള്ള അമീബ മുകളിലേക്കുള്ള വെള്ളത്തിൽ കലങ്ങുന്നു. ഈ സമയം വെള്ളത്തിൽ നീന്തി കുളിക്കുന്ന നമ്മളുടെ മൂക്കിലൂടെയോ ചെവിയിലൂടെയോ അവ ശരീരത്തിൽ പ്രവേശിക്കുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെട്ടാൽ മരണനിരക്ക് 97% തന്നെയാണ് ഈ രോഗബാധയുടെ ഭീകരത. എന്നാൽ കേരളം കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെ 97% മരണം എന്നത് 24% എത്തിച്ചതായാണ് ആരോഗ്യ വകുപ്പിന്റെ കണക്ക്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ പരിശോധിക്കാം. ഈ രോഗബാധ പടർന്ന കുട്ടികളിൽ പ്രധാനമായും ഭക്ഷണത്തോട് വിമുഖത കാണിക്കും. ഒന്നിനും ഉത്സാഹമില്ല. അതും അസാധാരണ പ്രവർത്തികളും പ്രകടിപ്പിക്കും. അതിതീവ്ര തലവേദന, ഛർദി, ഓക്കാനം, പനി, കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട്, വെളിച്ചത്തെ അഭിമുഖീകരിക്കാൻ സാധിക്കാതെ വരിക എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ പ്രധാനമാണ്. രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ എത്രയും വേഗം ചികിത്സ നേടേണ്ടതാണ്. കാരണം ഈ രോഗം ഗുരുതരമായാൽ ഓർമ്മക്കുറവ്, അപസ്മാരം, ബോധക്ഷയം എന്നിവ സംഭവിക്കും. ശ്രദ്ധിക്കുക, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ, അതും മലിനജലത്തിൽ കുളിക്കാതിരിക്കുക. നമ്മളുടെ കുട്ടികളെയും സുരക്ഷിതരാക്കുക. രോഗം വരാതിരിക്കാൻ മുൻകരുതലെടുക്കാം. എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് KR.